വെൽക്കം ബാക്ക് ടു ജാസ് യമ്മി കുക്കിംഗ്. ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് ഒരു കപ്പ ഇറച്ചി അല്ലെങ്കിൽ കപ്പ ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് കല്യാണ വീടുകളിൽ കല്യാണ തലേന്ന് വിളമ്പിക്കൊണ്ടിരുന്ന കപ്പ ഇറച്ചിൻ്റെ അതേ ടേസ്റ്റിലാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ബീഫാണ് വിളമ്പുന്നതെങ്കിൽ അതിൻ്റെ തലേ ദിവസം ആ ബീഫിൻ്റെ എല്ലും അതുപോലെ അതിൻ്റെ നെയ്യൊക്കെ കപ്പയായിട്ട് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അതിലും നല്ല ടേസ്റ്റിലും അതിലും ഈസി ആയിട്ടുമാണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കല്യാണ വീടുകളിലൊന്നും പോയി കഴിഞ്ഞാൽ ഈ ഒരു കോമ്പിനേഷനൊന്നും അങ്ങനെ കാണാറില്ല. അപ്പോൾ ഇപ്പോൾ ഇത് കഴിക്കണമെങ്കിൽ നമ്മൾ വീട്ടിൽ റെഡിയാക്കണം, അല്ലെങ്കിൽ നമ്മൾ വല്ല തട്ടുകടയിലൊക്കെ പോയി കഴിക്കേണ്ടി വരും. അപ്പോൾ തട്ടുകടയിലൊക്കെ കിട്ടുന്നതിനേക്കാളും നല്ല ഫ്ലേവറിലാണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത്. ഈ ഒരു റെസിപ്പി എൻ്റെ മദർ ഇൻ ലോയാണ് കേട്ടോ എനിക്ക് ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ചൂടൻ കപ്പ ഇറച്ചി ഇലയിലേക്കൊക്കെ ഇട്ട് കഴിക്കുന്നതിൻ്റെ ഒരു രസമൊക്കെ ഉമ്മച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ കപ്പ ബിരിയാണി ഒന്നും റെഡിയാക്കി നോക്കാത്തവരൊക്കെ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതിലേക്കായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 2 കിലോ കപ്പയിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളൂ. ബാക്കി മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1.5 കിലോകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കപ്പ മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു കപ്പ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് സാധാരണ നമ്മൾ കപ്പ എത്ര വിസിലാണോ വേവിച്ചെടുക്കുന്നത് ആ ഒരു കണക്കനുസരിച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 വിസിലാണ് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അതിന് ശേഷം ഇത് നമ്മൾ ബീഫിലേക്ക് ചേർത്തതിന് ശേഷം ഒന്നും കൂടി നമ്മളിത് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഇപ്പോൾ 2 വിസിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ള ബീഫ് നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും. നമുക്കിതുപോലെ കപ്പ ഇറച്ചി വെക്കാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലും ഇറച്ചിയും കൂടി കൂടിയിട്ടുള്ള പീസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ നെയ്യിൻ്റെ പീസൊക്കെ ചേർത്തിട്ട് അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുവാണെങ്കിൽ അതാണ് ബെസ്റ്റ്. പിന്നെ നമ്മളിതാ ഇവിടെ ഒരു മസാല പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു 1/4 ടീസ്പൂൺ ഗ്രാമ്പും, ഒരു 10 പീസോളം ഏലക്കയും, പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള സ്റ്റാർ അനൈസ് ആണ്. അപ്പോൾ സ്റ്റാർ അനൈസ് 2 പീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരെണ്ണം കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ അതിൻ്റെ ഇതളൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ജാതിപത്രി, ഒരു ജാതിപത്രിൻ്റെ 1/2 പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതാ എടുത്തിട്ടുള്ളത് 2 പീസ് പട്ടയാണ്. എന്നിട്ട് ഈ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ച് വെക്കാം നമുക്ക്. അതിനുശേഷം ബാക്കിയുള്ള മസാലയൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇതായിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മീറ്റ് മസാലയും ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ആ മസാലയും കൂടി നമ്മളിതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തുള്ള മസാലകളെല്ലാം തന്നെ നമ്മൾ കപ്പയ്ക്കും കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ബീഫിന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കപ്പ ചേർത്തതിന് ശേഷം വേറെ മസാലാസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മസാല ബീഫിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ബീഫിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു 20 to 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 2 വിസിലാണ് കപ്പ വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് ഇത് ബീഫ് വേവിച്ചതിന് ശേഷം ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ സെയിം കുക്കറിൽ തന്നെയാണ് ബീഫ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ എല്ലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ സാധാരണ ബീഫ് വേവിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ 2 വിസിലിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ സിമ്മിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതായിപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയി ഇരിക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലൊക്കെ നന്നായിട്ട് വെന്ത് വന്നാലാണ് നമ്മുടെ കപ്പ ഇറച്ചിയും റെഡിയാക്കാൻ നേരം നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ.
ഇനി നമുക്കിതിലേക്ക് കപ്പ മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ കപ്പ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കപ്പ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇളക്കി ഇടാതെ തന്നെ നിങ്ങൾക്ക് കുക്കർ അടച്ച് ഒരു വിസിലടിച്ച് വേവിച്ചെടുക്കാം. പക്ഷേ ഞാനിവിടെ കുറച്ചുകൂടി ടേസ്റ്റാണ് എന്ന് തോന്നിയുകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഒരു വിസിൽ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ബീഫും എല്ലൊക്കെ വേവിച്ച് വരുമ്പോൾ കുറച്ച് ഗ്രേവി ടൈപ്പ് തോന്നാമെങ്കിലും നമ്മളിത് വേവിച്ചൊക്കെ റെഡിയായി വരുമ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് താളിക്കാനുള്ള ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 30 പീസോളം ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. എന്നിട്ട് ഇതാ നമ്മളിവിടെ ഒരു പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിടാം. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നന്നായിട്ട് ഉള്ളി മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് കളർ മാറി വരുമ്പോൾ തന്നെ ഇതിലേക്കുള്ള കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കിയിടാം. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ കപ്പ ഇറച്ചിയൊക്കെ വെന്തിരിക്കുന്നുണ്ട്. അതായത് ഒരു വിസിലിൽ നമ്മൾ വീണ്ടും വേവിച്ചെടുത്ത് നല്ലതായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ തന്നെ ഇളക്കിയിടുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് തോന്നാമെങ്കിലും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വരും കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു താളിപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിടാം. അപ്പോൾ ഈ താളിപ്പ് ചേർത്ത് നമ്മൾ എന്താ പറയുക, താളിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ലൊരു അടിപൊളി മണമാണ് കേട്ടോ വരുന്നത്. പിന്നെ നല്ലൊരു ഫ്ലേവറുമാണ്. ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിയുമ്പോൾ ഇപ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്കിതാ നമ്മുടെ കപ്പയിറച്ചും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കഴിക്കാൻ നേരം നമ്മൾ ഇലയിലേക്ക് വിളമ്പാൻ നേരം നമുക്കിങ്ങനെ അത് കൈകൊണ്ട് തോണ്ടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കല്യാണ വീടുകളിൽ ഈ ബീഫ് കപ്പയും റെഡിയാക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്കും കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളത് കഴിച്ച് കഴിയുമ്പോൾ ഇലയിലൊക്കെ അതിൻ്റെ ഒരു ഗ്രേവിയൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ട് ഉണ്ടാവണം എന്നാണ് പറയണത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ടേസ്റ്റാണ്. അതുപോലെ നല്ല ഇലയിലേക്ക് ഈ ചൂടൻ കപ്പ ബിരിയാണി ഇങ്ങനെ വിളമ്പി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നല്ല ചൂടൻ കട്ടൻ ചായയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റിൽ പറയാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ എമ്മി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ വേറെയും കപ്പയുടെ റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കപ്പ അവിയൽ അതുപോലെ കപ്പ ഇടിച്ചതൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കപ്പ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. താങ്ക് യു.